കഴിഞ്ഞ 13 വർഷം ഈ ക്രിമിനൽ സംഘത്തിൻ്റെ അക്രമത്തിന് വിധേയപ്പെട്ട് മരണവുമായി മല്ലടിക്കുകയായിരുന്നു സഖാവ് മോഹനൻ. എന്തുകൊണ്ടാണ് മോഹനനെ കടന്നാക്രമിച്ചത് എന്നതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ആരെയെങ്കിലും ഒരു CPIM ഭാഗമായി നിൽക്കുന്നവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഉന്നം. തലേ ദിവസമുണ്ടായ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ലീഗ് ക്രിമിനൽ സംഘം തീരുമാനിച്ചതാണ് അത്. അതിന്റെ ഭാഗമായിട്ടാണ് സഖാവ് മോഹനന്റെ വീട്ടിലേക്ക് വന്ന് രാജനെയും ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ സഖാക്കൾക്ക് നേരെയും കടന്നാക്രമം വന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകൾക്ക് നേരെ കടന്നാക്രമം ഉണ്ടായി. അങ്ങനെയാണ് വീട്ടിൽ ഉണ്ടായിരുന്ന മോഹനെ പിടിക്കുന്നതിന് വീട്ടിലേക്ക് വരുന്നത്. രാവിലെയാണ്. കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൃഗീയമായിട്ട് കടന്നാക്രമിച്ചതിന് ശേഷമാണ് തട്ടി കൊണ്ടുപോകുന്നത്. നിഷ്ഠൂരമായ ഈ കൊലപാതകം യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ക്രിമിനൽ സംഘം. പക്ഷേ കഴിഞ്ഞ 13 വർഷക്കാലം മരണത്തോട് മല്ലടിച്ച് ജീവനോടെ നിൽക്കാൻ സഖാവ് മോഹന് സാധിച്ചു. എല്ലാ സന്ദർഭത്തിലും ആശുപത്രിയും വീടുമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിലെ പരിക്കിനെ തുടർന്നുള്ള കഴിഞ്ഞ 13 കൊല്ലവും വിവിധ ആശുപത്രിയിൽ പുറത്ത് പ്രകടിപ്പിക്കുന്ന വിവിധ രോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചികിത്സക്ക് വിധേയപ്പെടുത്തിക്കൊണ്ടാണ് മോഹനൻ ഇതുവരെ നിലനിന്നത്. അവസാനം മിനിഞ്ഞാന്ന് രാത്രി ഡോക്ടർമാരും ആശുപത്രി അധികൃതരും കുടുംബാംഗങ്ങളോടും പാർട്ടി സഖാക്കളോടും വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതീവ ഗുരുതരമാണ് മോഹനന്റെ നില. ഏതു സമയത്തും എന്തു സംഭവിക്കാം. പാർട്ടി സഖാക്കളോടും കുടുംബാംഗങ്ങളോടുമെല്ലാം ഈ വിവരം കൈമാറിയതിനു ശേഷം തീവ്ര പരിചരണത്തിലായിരുന്നു സഖാവ് മോഹനൻ ഉണ്ടായിരുന്നത്. ഇന്നലെ പുലരുന്നതിന് മുമ്പ് 4 മണി കഴിഞ്ഞപ്പോഴാണ് മോഹനൻ നമ്മെ വിട്ടുപിരിഞ്ഞത്.